മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും സുഖം തന്നെ അല്ലേ? മഴയും കൊറോണയും ഇതൊക്കെ കേൾക്കണേ എല്ലാവരും ഓരോരോ ഇടങ്ങാറിലാണ്. അവസാന കാലമായിന്ന് തോന്നുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോരോ സ്വസ്ഥതകളാണ് എല്ലാവർക്കും. എന്തായാലും അൽഹംദുലില്ലാ. അപ്പം വലിയ പെരുന്നാളൊന്നും വലിയൊരു സന്തോഷത്തിലാവൂല. എന്തായാലും നമ്മൾ കൂടുതൽ പീസുകൾ ഇപ്രാവശ്യം എടുത്തിട്ടില്ല. അജ്രക്കിൽ ബോർഡർ ടൈപ്പ് കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇത് ബഡാമാക്സിൻ്റെ മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ 46 സൈസ് വീതിയുള്ള ഏറ്റവും വീതിയുള്ള മാക്സി തുണി. അപ്പോൾ കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഇത് തികയൂല എന്ന് പറഞ്ഞവർക്കൊക്കെ ഫുൾ കൈ അടിക്കാനും നല്ല തടിയുള്ളവർക്ക് അടിക്കാനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽസാണ്. അതൊരു 50 പീസാണുള്ളത്. ഈ മോഡലുകളാണുള്ളത്. അപ്പോൾ അത് വേണമെന്നുള്ളവരൊക്കെ ഇതിലുള്ള ഈ നമ്പർക്ക് വേഗം കോൺടാക്റ്റ് ചെയ്യുക. കുറച്ച് പീസുകളുള്ളൂ. ഇത് എപ്പോഴും കിട്ടലുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഭാഗ്യത്തിന് കിട്ടേണ്ടതാണ് ഈ പീസുകൾ. അതിൻ്റെ പോലെ തന്നെ നിങ്ങൾ ഈ അജ്രക്ക് മാത്രം കൊണ്ടല്ലേ ഉള്ളൂ എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ കേൾക്കാറുള്ളത്. ഞാൻ അജ്രക്ക് മാത്രമല്ല 3 പീസ് വേണ്ടവർക്ക് അതുണ്ട്. 3 പീസൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ മാത്രം എടുത്തിട്ടില്ല. ഓരോരുത്തർ ഓർഡർ ചെയ്തവർക്കുള്ളത് എടുത്ത് കൊടുത്തേക്കാണ്. നമ്മൾ കുറച്ച് ഹോസ്പിറ്റൽ കേസോ അതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല. ഇത് ചുങ്കിടിൻ്റെ ഷാളിനൈറ്റിയാണ്. ഇതിൽ 3 കളറാണുള്ളത്. കരിമ്പച്ച, മെറൂണ്, ഇതൊരു വയലറ്റ് പോലുള്ള ഈ കളറ്. ഇത് 2 മോഡലിലായിട്ടാണുള്ളത്. 6 കളേഴ്സുകളിലായിട്ട്. അപ്പോൾ അത് നിവർത്തിയിട്ട് ഇങ്ങനെയാണ് ഷാളും മാക്സിയും ഒരേപോലെ തന്നെയാണ് വരിക. അജ്രക്കിലുള്ള ഷാൾ നൈറ്റ് കിട്ടിയിട്ടില്ല. ഇത് ചുങ്കിടിയിലുള്ള ഷാൾ നൈറ്റിയാണ്. ഇത് അജ്രക്കല്ലാത്ത സാധാ മോഡലുള്ള ഷാൾ നൈറ്റി. ഇതിലും 3 കളറുകളുണ്ട്. പിന്നെ റെഡ്, മെറൂണ് ഞാൻ ഒഴിവാക്കിയതാണ്. ഇത് മുന്തിരി കളറാണ്, ക്രേപ്പ് കളറ്. അപ്പോൾ കൂടുതൽ പീസുകൾ എടുക്കാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോൾ യൂണിഫോമിൻ്റെ സ്റ്റിച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിഫോമൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട്. പഠിച്ചവൻ എന്താ കണ്ടതെന്ന് അറിയില്ല. മറ്റേ മഴക്കാലം പകുതി ആവും വരെ മഴ പെയ്യാതെ നിൽക്കും. ഇപ്രാവശ്യം വേനൽ കഴിഞ്ഞതിൻ്റെ മുന്നേ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചുങ്കിടിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. നമ്മളിന്ന് ഇത് വിചാരിക്കുന്നത് നാളെ വേറെ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. യൂണിഫോമൊക്കെ അടിക്കുന്നുണ്ട്. സ്കൂൾ എങ്ങനെയാണെങ്കിൽ എന്നാ തുറക്കുക എന്നറിയില്ല. സ്കൂളുകളൊക്കെ ഇപ്പോൾ ക്യാമ്പുകളായിട്ട് മാറുന്നുണ്ട്. പാടങ്ങളിലൊക്കെ വെള്ളം കൂടുന്നുണ്ട്. പാടത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ വീട് കിടന്നാലും വേണ്ടില്ലല്ലോ, മനുഷ്യൻ്റെ ജീവനല്ലേ വലുത്. അപ്പം അങ്ങനെ ഓരോരോ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പഠിച്ചവൻ എല്ലാവരും തൊട്ടും കാത്തു രക്ഷിക്കട്ടെ. കടലിൽ ഇപ്പോൾ കണ്ടെയ്നർ അങ്ങനെ ആയതുകൊണ്ട് മീൻ കൂട്ടാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓരോരോ സൈസ്. കൊറോണ പണ്ടത്തേനേക്കാളും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. കൂടുതലും കേരളത്തിലാണെന്ന് കേൾക്കുന്നുണ്ട്. ഇനി ലോക്ക്ഡൗൺ കാര്യങ്ങളാവുമോ ഒന്നും അറിയില്ല. ഇതൊക്കെ ചുങ്കിടിൻ്റെ മെറ്റീരിയലാണ്. ഇത് ആൽഫൈൻ മെറ്റീരിയൽ. ആൽഫൈന് നല്ല റേറ്റുള്ള ഇതാണ്. അതിലിപ്പോൾ ഈ 18 പീസാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിരുന്നു. അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബിറ്റുകൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ മെറ്റീരിയലൊക്കെ എടുക്കുമ്പം ഞാൻ നിങ്ങളെ കുടുംബക്കാരും ഇതൊന്നും ചോദിക്കില്ല. നിങ്ങൾ മെറ്റീരിയലിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പോൾ അതിന് സെലക്ട് ചെയ്യും. നിങ്ങൾ പൈസ അയച്ചുതരും, അഡ്രസ്സ് അയച്ചുതരും, ഞാൻ ഇടും. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടിരുന്ന ഒരാൾ ആദ്യം എൻ്റെ അടുത്ത് സാധനങ്ങൾ എടുക്കലുണ്ടായിരുന്നു, അടിച്ചു കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഓളെ വീട്ടിൽ വരുമ്പം അടിച്ചു കൊടുക്കേണ്ടതാണ്. അത് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോഴേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്യൽ. നിങ്ങൾ സാധനം അവിടെ എത്തുമ്പോഴത്തേനും ഞാൻ വീട്ടിലേക്ക് എത്തുള്ളൂ. വീട്ടിലത്തെ അഡ്രസ്സാണ് ഞാൻ തരാറുള്ളത്. അപ്പോൾ അതിൽ വേറെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തും ചെയ്തിരുന്നു. അപ്പോൾ 3-4 ദിവസം മുന്നേ എൻ്റെ ഫ്രം അഡ്രസ്സ് നിന്ന് എൻ്റെ നമ്പർ തപ്പി എടുത്തിട്ട് എനിക്ക് ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് വിളിച്ചിരുന്നു. പേര് ഞാൻ പറയണില്ല, പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വിളിച്ചിട്ട് ഒരുപാട് ചൂടായി. നിങ്ങൾ ഓരോരോ ഇതിന് നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ മാനും മര്യാദക്ക് അനുസരിച്ച് നിൽക്കണ പെണ്ണുങ്ങളെ വടക്കാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോരോ ഏർപ്പാടിന് ചെയ്യുന്നുണ്ട്. നിങ്ങളെമാര് സോഷ്യൽ മീഡിയയിലുള്ള ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നല്ല ചിൽക്ക് നിൽക്കണ പെണ്ണുങ്ങളെ വടക്കാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളേതായാലും നിങ്ങളോട് ആരോടും നിങ്ങളെ കുടുംബം നോക്കണ്ട, നിങ്ങളെ ഭർത്താക്കന്മാർ പറഞ്ഞനുസരിക്കണ്ട, അങ്ങനൊന്നും ഞാൻ നിങ്ങളോട് നല്ല ആരോടും പറയേണ്ട ആവശ്യമില്ല. ഞാനും ഒരു ഭാര്യയാണ്, ഒരു മോളാണ്, ഒരു പെങ്ങളാണ്, ഒരു ഉമ്മയാണ്, ഒരു മരുമോളാണ്. എല്ലാ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ സ്ഥാനത്തിൻ്റെയും കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യേണ്ടത്. ഇത് ബഡാമാക്സി എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര വീതി ഏറെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് തന്നാണ്. സാധാ മെറ്റീരിയലിനേക്കാളും 8 ഇഞ്ച് വീതി ഏറെ ഉണ്ടാവും ഈ ബഡാമാക്സിക്ക്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചതാണ്.
അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ആ ഭർത്താവിനോട് മൂപ്പർക്ക് പറയാനുള്ളതൊക്കെ മൂപ്പര് പറഞ്ഞ കയ്യോളം ഞാനൊന്നും മിണ്ടിയില്ല. ഞാനൊന്നും മിണ്ടാതെ ഇപ്പം എന്തെങ്കിലുമൊന്നും പറയാനില്ലേ ചോദിച്ചു. ഞാൻ ചോദിച്ച് നിങ്ങളെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്ത് സെലക്ട് ചെയ്തെന്ന് അവർ പൈസ അയച്ചെന്ന് ഞാൻ അയച്ചു കൊടുത്ത്, അതിലപ്പുറം ഞാൻ ചെയ്ത തെറ്റെന്താ നിങ്ങളെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പം ഭാര്യനോട് സംസാരിച്ചപ്പം ഇപ്പം രക്ഷപ്പെടാനാണോ എന്തിനാ അറിയില്ല, അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളെ വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തം കയ്യിലുണ്ടാകണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഭാര്യ പറഞ്ഞിട്ടുള്ളത് ഭർത്താവിനോട്. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ തോന്നിയിട്ട് ഭർത്താവ് അറിയാതെ ചെയ്ത് എന്ത് കുറവാ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെ ഭാര്യ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും, ഓലെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ ഓളെ ആവശ്യത്തിന് തികയായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാവും അങ്ങനെ ചെയ്യാൻ കാരണം, അല്ലാതെ അതിന് ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് കൊടുക്കാത്തത്? ഓളൊന്നും ഇതുവരെ അറിയില്ല. വണ്ടീൻ്റെ പൈസ ഞാൻ കൊടുത്തയക്കലാണ്. ഓളെ പെരീക്ക് വരികയാണെങ്കിൽ ഓളെ പെരീക്ക് ഓക്ക് വേണ്ടിയിട്ടുള്ള ചിലവിനുള്ള കൊടുത്തു കണ്ടാൽ ഞാൻ പെരീക്ക് പറഞ്ഞേക്കൽ. ഓളെ ഡ്രസ്സ് വരെ ഓളെടുക്കാനുള്ള പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരില്ല, ഒക്കെ മാസം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കലാണ്. 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു പുതിയ മാക്സിയൊക്കെ ഞാൻ കൊടുക്കലുണ്ട്, ചുരിദാർ പെരുന്നാളിന് 2-3 കൊടുക്കലുണ്ട്, അങ്ങനെ ഇങ്ങനെ തുടങ്ങി ലിസ്റ്റ്. അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ ഭാര്യനോട് ചോദിച്ചിട്ട് ഭാര്യൻ്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുക, അതിൻ്റെ ആവശ്യം എന്താ, ഒക്കെ കിട്ടിയാൽ പോരെയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെ ഡ്രസ്സ് നിങ്ങളെങ്ങനെ എടുക്കൽ? എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോയിട്ട് എടുക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇന്ന് എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞതിൻ്റെ പകരം എന്നാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും എനിക്ക് ഏതാ ഇഷ്ടം, എനിക്ക് ഏതെങ്കിലും കളറ് പൂതിയുണ്ടോ, ഇന്ന മോഡൽ പൂതിയുണ്ടോ, ഇന്ന ഡ്രസ്സാണോ വേണ്ടത് നിങ്ങളിതുവരെ ചോദിച്ചിക്കണോ ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഇടണമാരത്തെ ഏറ്റവും മോഡൽ തന്നെ ഞാൻ ഓൾക്ക് കൊണ്ടുവന്ന് കൊടുക്കലേ, ഓളത് ഇടലും ഉണ്ട്. അപ്പം നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഓൾ ഇടാതെ കൂല. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കലുണ്ടോ ചോദിച്ചു. ഇല്ല ഓക്ക് ഞങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരലുണ്ട്, അത് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കഴിക്കലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് കറങ്ങാൻ പോകും, സിയാറത്തിനൊന്നിനൊക്കെ അമ്മയും ബാപ്പയും എല്ലാവരും കൂടി പോകലുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇതെന്താ നിങ്ങൾ കളിയാക്കി ചിരിച്ചാൽ, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഇല്ലയെന്നുള്ള നിങ്ങളിൻ്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിക്കോളിന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരാളെയും അപ്രൂവലും കാര്യം വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ ഉണ്ട് നിങ്ങളെ പെണ്ണുങ്ങൾ ഇത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുന്നു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓക്ക് ഇഷ്ടമുണ്ടോ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് എടുക്കുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള തോന്നൽ ഓളെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ബിസിനസ്സും ഇതും ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഓളോടും കൂടി ചോദിച്ചിട്ട് ഓളെ അഭിപ്രായം കൂടി ഒന്ന്, ഓളെ കാര്യം ചെയ്യുമ്പോഴെങ്കിലും ജസ്റ്റ് മറ്റുള്ളവരെ വീട്ടിലുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളി, ഓളെ കാര്യത്തിൽ ചെയ്യുമ്പോഴെങ്കിലും ഓളോടൊരു അഭിപ്രായം ചോദിച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഓക്കും ഓളെ ജീവിതത്തിലൊരു അഭിമാനം ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് മൂപ്പര് കുറേ അങ്ങോട്ട് പറഞ്ഞ് പിറ്റേന്ന് ഏതായാലും വിളിച്ച് സോറി ഞാൻ എനിക്കോളം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, ഏതായാലും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മെറ്റീരിയൽ കുറച്ച് ടൈപ്പിലാണ്, 4 കളേഴ്സുകളിലാണ്, ഏത് രീതിയിൽ അത് വാങ്ങണമെന്നുണ്ടോ ഭർത്താവിന് കാര്യങ്ങൾ മനസ്സിലായി, കാര്യങ്ങൾ കൊടുത്ത് മെഷീന് വാങ്ങി കൊടുക്കുക ഭർത്താവിന്റെ വീട്ടിൽ 4 കളേഴ്സുകളിലായിട്ടാണ് ഇതുള്ളത്. മനസ്സിലാക്കണം 38 പീസുകളാണുള്ളത്. വേണമെന്നുള്ളൊരു വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മളെ ജീവിതത്തിൽ പകുതി അതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചുതരാം. ഇവിടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ അതും കൂടി ചെയ്തിട്ടേക്കുക. ഇത് 290 മെറ്റീരിയൽ ആണ് കേട്ടോ.